കോൺഗ്രസിന്റെ നിലമ്പൂർ കോട്ട പിടിച്ചെടുത്ത് ഇടതുപക്ഷത്തിന് സമ്മാനിച്ചയാൾ. വിവാദ കൊടുമുടികൾക്കിടയിലും CPM ഒരുക്കിയ തണലിൽ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ പ്രിയങ്കരൻ. ഒടുവിൽ അതേ പാർട്ടിക്കും മുന്നണിക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചയാൾ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജി. MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ പുതിയ അംഗത്തട്ടിലേക്ക് ഇറങ്ങിയത് വേറെ പലതും ആരംഭിക്കാനാണെന്ന് വ്യക്തം. കോൺഗ്രസുകാരനായി തുടങ്ങി പിന്നീട് CPMന്റെ കണ്ണിലുണ്ടിയും കണ്ണിലെ കരടുമായി മാറിയ അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം സംഭവബഹുലമായിരുന്നു. AICC അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എടവണ്ണ ഒതായിയിലെ PV ഷൗക്കത്ത് അലിയുടെ മകനായ അൻവർ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം I ഗ്രൂപ്പുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പിന്നീട് കരുണാകരനൊപ്പം DICയിലും അദ്ദേഹം സജീവമായി. രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾക്കിടെ 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് PK ബഷീറിനെതിരെ സ്വതന്ത്രനായി അദ്ദേഹം മത്സരിച്ചു. പരാജയപ്പെട്ടെങ്കിലും കടുത്ത പോരാട്ടമായിരുന്നു അൻവർ കാഴ്ചവെച്ചത്. CPI-കാരനായ LDF സ്ഥാനാർത്ഥി അഷ്റഫ് കാളിയത്തിന് 4ാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു അൻവർ അന്ന് കരുത്തുകാട്ടിയത്. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് മികച്ച പ്രകടനവും അദ്ദേഹം കാഴ്ചവെച്ചു. അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം മലബാറിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ നിലമ്പൂർ പിടിച്ചെടുക്കാനുള്ള ദൗത്യത്തിന് നിയോഗിച്ചത് അൻവറിനെയാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ അട്ടിമറിയിലൂടെ 3 പതിറ്റാണ്ടോളം ആര്യാടൻ മുഹമ്മദിനൊപ്പം ഉറച്ചു നിന്ന മണ്ഡലം ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ അൻവർ പിടിച്ചെടുത്തു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ 11,504 വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു ആ വിജയം. ഇതോടെ അൻവർ ഇടതുപക്ഷത്തിന് പ്രിയപ്പെട്ടവനായി. 2021 നിലമ്പൂർ അൻവറിനൊപ്പം നിന്നു. DCC അധ്യക്ഷനായ VV പ്രകാശിനെ 2791 വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു അൻവർ അന്ന് കരുത്തുകാട്ടിയത്. എന്നാൽ പിന്നീട് അൻവറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ CPMനും ഇടതു മുന്നണിക്കും എന്നും തലവേദനയായി. ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. കക്കാടംപൊയിൽ വിവാദങ്ങളും അൻവറിന്റെ നിലപാടുകളും വലിയ തലവേദനയായെങ്കിലും CPMും മുന്നണിയും സുരക്ഷാ കവചമൊരുക്കി അൻവറിനോടൊപ്പം നിന്നു. അടുത്തിടെ മലപ്പുറത്തെ പോലീസ് സംവിധാനത്തിനെതിരെ അൻവർ തുടങ്ങിവെച്ച യുദ്ധമാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അത് പിന്നീട് ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയുള്ള കടുത്ത വിമർശനങ്ങളിലേക്ക് നീങ്ങി. അപ്പോഴും മുഖ്യമന്ത്രിയെ തൊടാൻ അൻവർ തയ്യാറായിരുന്നില്ല. പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുന്നിൽ അൻവർ തന്റെ പരാതികളുമായി എത്തി. എന്നാൽ അൻവറിന് പാർട്ടിയും മുഖ്യമന്ത്രിയും കടിഞ്ഞാനിടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സഖാവായി തുടരുമെന്നും രാഷ്ട്രീയ ചുവടുമാറ്റത്തിനില്ലെന്നും പറഞ്ഞ അൻവർ പാർട്ടിയിൽ ഒതുങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പോരാട്ടം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തിനും CPMനും വഴങ്ങി നിന്നിരുന്ന അൻവറിനെ അല്ല പിന്നീട് കേരളം കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ തിരിഞ്ഞു. അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രി അദ്ദേഹം കടന്നാക്രമിച്ചു. ഇതോടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി അൻവർ മാറുകയായിരുന്നു. അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. 14 വർഷത്തെ അൻവറിന്റെ ഇടതുബന്ധത്തിന്റെ അവസാനമായിരുന്നു അത്. നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തായിരുന്നു അടുത്ത ഘട്ടത്തിലേക്ക് അൻവർ കടന്നത്. ശരിക്കും അൻവർ പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറക്കുകയായിരുന്നു അവിടെ. യോഗത്തിലെ ജനപങ്കാളിത്തം CPMനെ ഞെട്ടിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK എന്ന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനവും അൻവർ നടത്തി. പിന്നീട് നടന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് അൻവർ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ചേലക്കരയിലെ അൻവറിന്റെ സ്ഥാനാർത്ഥി PV സുധീർ 4000-ഓളം വോട്ടുകളാണ് അന്ന് നേടിയത്. അപ്പോഴേക്കും ഏതെങ്കിലും പ്രബലമായ രാഷ്ട്രീയ കക്ഷിക്കൊപ്പം നിൽക്കാതെ രക്ഷയില്ലെന്ന് അൻവറിന് വ്യക്തമായി അറിയാമായിരുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ DMKയോടൊപ്പം ചേരാൻ DMK നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയത്. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. അൻവറുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തമിഴ്നാട് DMK വ്യക്തമാക്കി. പിന്നീട് അൻവറിന് മുന്നിലുണ്ടായിരുന്ന വഴി UDFനോടൊപ്പം ചേരുകയായിരുന്നു. അൻവറിനെ സ്വീകരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ തന്നെ UDF ക്യാമ്പുകളിൽ എതിർപ്പുകളുണ്ടായി. ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം ഉണ്ടാകുന്നത്. തൃണമൂൽ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്കിലൂടെ അൻവർ തന്നെ പങ്കുവെക്കുകയായിരുന്നു. അൻവറിനെ സ്വീകരിച്ച വിവരം തൃണമൂലും ഔദ്യോഗികമായി പുറത്തുവിട്ടു. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതോടെ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വത്തിന് അയോഗ്യത നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. ഈ സാഹചര്യമാണ് രാജിയിലേക്ക് അൻവറിനെ നയിച്ചത്. രാജിക്ക് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം UDFന് മുന്നിൽ വയ്ക്കുന്നതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് തുറന്നടയ്ക്കുകയും ചെയ്തു. കാണാൻ ഇനിയും ഏറെ ബാക്കിയുണ്ടെന്ന് അൻവർ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. നിലമ്പൂർ പുതിയ രാഷ്ട്രീയ ശക്തി പരീക്ഷണത്തിന് വേദിയാവുകയും കൂടിയാണ്.